PV അൻവറിന്റെ UDF പ്രവേശനം ഉണ്ടാകില്ല. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയിലെത്തി. അൻവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മറ്റ് കക്ഷികളുമായി ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അൻവർ വ്യക്തമാക്കി. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് നേതാവായി തന്നെ UDF-ൽ ഉണ്ടാകുമോ? എന്തപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. അത് വേറെ വിഷയമല്ലേ. തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കാനാകില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ അറിയിച്ചു. എന്നാൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നും നേതൃത്വം വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മുന്നണി പ്രവേശനത്തിന്റെ കാര്യം ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് നേതാക്കൾ പറഞ്ഞതെന്നും അൻവർ പറഞ്ഞു. ചർച്ച പരിപൂർണ പോസിറ്റീവായിരുന്നു. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. പിണറായി സത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അൻവർ വ്യക്തമാക്കി. ഇല്ല, നമുക്കങ്ങനെ പേര് നിർണ്ണയിക്കുക. എൻ്റെ സ്ഥാനാർത്ഥിയോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോ അല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ പേര് നിർദ്ദേശിക്കുക? ആഗ്രഹങ്ങൾ ലോകത്തെല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹം, അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാ ആഗ്രഹവും നടക്കുമോ? അൻവർ ഉപാധികളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഒരു ഉപാധിയും വെച്ചിട്ടില്ല. അദ്ദേഹം എംപ്റ്റി ഹാൻഡും കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മറ്റു കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം മറുപടി അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസുമായിട്ട് UDF-ആയിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.